എടാ കാർത്തിക, ഇതെന്തുവാ പൗഡറൊക്കെ ഇട്ടിരിക്കുന്നേ? പാട്ടൊന്ന് പാട്. നിന്റെ പാട്ട് കേട്ടല്ലേ ഞങ്ങൾ റോഡി വരുമ്പോ പാട്ട് പാട്. നല്ലൊരു പാട്ട് പാടുവാനേ. പലവർത്തം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത്, ഒരു വാക്കും എന്താതിനെ പോയില്ലേ. പലവർത്തം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത്, ഒരു വാക്കും എന്താതിനെ പോയില്ലേ. അയകോണം തെന്മയിനെ ഒഴിച്ചൊന്നു ഞാൻ നിന്നെ, ചെണ്ടാമഴ വിളിയും പോലൊരു പുഞ്ചിരി നടുകൂളേ. അയകോണം തെന്മയിലെ കുടിച്ചൊന്നു ഞാൻ നിന്നെ, ചെണ്ടാമഴ വിളിയും പോലൊരു പുഞ്ചിരി നടുകൂളേ. പലവർത്തം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത്, ഒരു വാക്കും പോയില്ലേ. ഗംഭീര പാട്ട് കേട്ടോ. വേറെ ഏത് പാട്ട് അറിയാം? ഗണനായ ഗണഗണദൈവതായ ഗണാദസായ ധീമഹി, ഓണശരീരായ ഗുണമണ്ഡിതായ ഗുണേശാനായ ധീമഹി, ഗുണാതീതായ ഗുണപതിതായ ധീമഹി, തീർത്ഥദന്തായ ഭക്തദുന്തായ ഗൗരീധനയായ ധീമഹി, രതിദാനായ ബാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി, തീർത്ഥദന്തായ ഭക്തദുന്തായ ഗൗരീധനയായ ധീമഹി, രതിദാനായ ബാലചന്ദ്ര. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് വിളക്കുവട്ടത്ത് നെയ്ത്തുമുക്കിൽ നമ്മുടെ കാർത്തികിൻ്റെ വീട്ടിലാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഞങ്ങൾ ചെറിയ കൈത്താങ് നൽകി സഹായിക്കുന്ന കുടുംബമാണ്. ഈ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യാത്ത, എത്ര വയസ്സുണ്ട് അമ്മേ? 76 വയസ്സുള്ള അമ്മയാണ്. ഈ കാർത്തികിനാണെങ്കിൽ വലിയ 18 വയസ്സുള്ള ഈ കാർത്തികിന് വലിയ പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞ ശാരീരിക അസ്വസ്ഥതകളുള്ള കുട്ടിയാണ്. പക്ഷേ മനോഹരമായ പാട്ട് പാടുന്നതാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഞാനും വത്സലാമ്മ, അനിത ചേച്ചി ഉൾപ്പെടെയുള്ളവർ സ്നേഹഭാരത് മിഷൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് എല്ലാ മാസവും കഴിഞ്ഞ 58 മാസമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന കിറ്റ് നൽകുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെല്ലാം, ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഒരു കൈത്താങ്ങ് ഞങ്ങൾ എല്ലാ മാസവും ഈ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹഭാരത് മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പങ്കുചേരാവുന്നതാണ്. എല്ലാവരും പങ്കുചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ മാസവും ഇതുപോലെ 5-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിലാണ് ഈ കിടപ്പ് രോഗികളായ ആലംബഹീനരായ ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനവുമായി ഞങ്ങൾ അവരുടെ വീടുകളിൽ എത്തുന്നത്. പ്രിയപ്പെട്ട ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി വത്സലാമ്മയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളുടെ ട്രസ്റ്റുമായി ചേർന്ന് പ്രവർത്തിക്കണം. ഈ കിടപ്പ് രോഗികൾക്ക് ഞങ്ങൾ ഓണത്തിന് ഓണപ്പുടവയും ഓണക്കിറ്റും പായസ കിറ്റും ഒക്കെ നൽകാനുള്ള ഒരു തീരുമാനമെടുത്താണ് മുമ്പോട്ട് പോകുന്നത്. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിളക്കുവട്ടം നെയ്ത്തുമുക്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതും വയോധികയായ അമ്മുമ്മ സംരക്ഷിക്കുന്നതുമായ 18 വയസ്സുകാരൻ കാർത്തികിനാണ് ഭക്ഷ്യധാന്യ കിറ്റ് കൈമാറിയത്. സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കിടപ്പ് രോഗികൾക്ക് നൽകി വരുന്ന 59ാമത് ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണം നടന്നു. കഴിഞ്ഞ 59 മാസവും മുടങ്ങാതെ കിടപ്പ് രോഗികളുടെ വീടുകളിലാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 59ാമത്തെ കിറ്റ് വിതരണം ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ചോറൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഞങ്ങൾക്ക് ഇത്രയും പേർ കൂടെ ഉണ്ടോ? ഈ അമ്മയായതിന്റെ സെക്രട്ടറി, ഇത് ചെയർമാനായി തരുന്നതിന്റെ കേട്ടോ. ഇത് അതിന്റെ ജനറൽ കൗൺസിൽ അംഗമാണ്. സുഭാഷ് ഇദ്ദേഹത്തെ അറിയോ? അജയഖാനെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പൊ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞവർക്ക്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് അമ്മേ? 87 ജീവകാരുണ്യ സഹായ സമിതി ചെയർമാൻ S സുബിരാജ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വത്സലാമ, കൗൺസിൽ അംഗം അനിത മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണത്തിന് കിടപ്പ് രോഗികളുടെ കുടുംബസംഗമവും ഭക്ഷ്യധാന്യവും പായസക്കിറ്റും ഓണക്കൂടിയും വിതരണം ചെയ്യുമെന്നും
ട്രസ്റ്റ് ചെയർമാൻ സി സഞ്ജയ് ഖാൻ അറിയിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജില്ല